ഒന്ന് മച്ചാൻ പിടിച്ചിട്ടോ മച്ചാനെ അറക്കലപ്പൂനെ പിടിച്ചതാണ്. പഴയ അറക്കപ്പൂ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ആലുവ 30 റഫീഖയുടെ വീട്ടില് ഒരുപാട് പേര് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. റഫീഖ, നമ്മളൊരു പോത്തിനെ കാണാൻ വന്നേക്കണെയാണ്. ഈ കിടക്കണ എന്തത് പഴല്ലേ? ഞാലിപ്പോൻ അതിനോട് തൂക്കിയിട്ടേക്കണേ. പോത്തിനോട് ഡെയിലി 4 കൊല പഴം കൊടുക്കണം എനിക്ക്. 4 കൊല പഴം തിന്നും. 4 കൊല. ഇത് ഇവിടെ ഒരു ചാക്കിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് എന്തത്? ഇത് പേരക്ക. ഈ പേരക്കയും പേരക്കൊക്കെ എനിക്കുള്ളതാണ്. ഇവന്റെ പേര് ഖലീഫ. അപ്പൊ ഒരു 1.5 മുതലിനായിട്ട് നമ്മൾ കാണിക്കുന്നത്. രാവിലെ വരും ആളുകൾ കാണാൻ, വൈകിട്ടും വരും. ഈ പഴം പറിച്ചു കൊടുക്കും, ഫോട്ടോ എടുക്കും, എന്നിട്ട് പോകും. അങ്ങനത്തെ ഒരു മുതലിനെ നമ്മൾ കാണിക്കുന്നത്. വിളിക്കാനേ വന്ന വരവ്. അവന്റെ സൈസ് ഒന്ന് നോക്കി. സൈസ് അടുത്തേക്ക് തന്നെ. റഫീഖ് അത്യാവശ്യം സൈസാണ്. റഫീഖാനേക്കാളും എത്രയോ വലിപ്പമുണ്ടെന്ന് നോക്കി. നമ്മൾ ഇവിടെ ഒന്നും നോക്കി. ഇതിന്റെ ഒരു ഹൈറ്റ്. ഞാൻ ഒന്ന് ബാക്കിലേക്ക് പോട്ടോ. ഇതിന്റെ ബാക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടില്ലേ? ഉരുണ്ടിരിക്കണ ഭാഗം, വാല്, ഇതിന്റെ ശരീരം. ഇങ്ങോട്ട് വാ. വട്ടം നമ്മളിങ്ങനെ കൈയിട്ട കിട്ടൂലട്ടാ. ഒറ്റ കേസ് റഫീഖാനോട് ചോദിക്കാനുള്ളത്. റഫീഖാനോട് ഒറ്റ കേസ് ചോദിക്കാനുള്ളത്. ഇങ്ങോട്ടൊന്ന് തിരിച്ചിരുത്തിയേ ഷാനു. ഇങ്ങോട്ടൊന്ന് തിരിച്ചിരുത്ത്. ആയിക്കോട്ടെ. അടിപൊളി പേരല്ലേ നോക്കി. ഖലീഫാന്ന് മണിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ആരായി പേരിട്ടെ? ഇത് എന്നെ വളർത്തിയ ആളുകൾ ഇട്ടാണ് ഖലീഫാന്ന്. അവന്റെ പേര് ഖലീഫാന്നാണ്. ഇവനെ എവിടെ നിന്നാ കൊണ്ടുവന്നത്? പിന്നെ തിരുവനന്തപുരം. അവിടെ ചെറുപ്പത്തിലേ വളർത്തിയതാണ്. അവരെ ഞങ്ങൾ വാങ്ങിച്ചത്. അവർ വളർത്തി കൊടുക്കുന്ന അവര് കൊണ്ടുവന്നിട്ട് അവരെ ഞങ്ങൾ വാങ്ങിച്ച. അതല്ലേ? അതായത് ഇവിടെ കൊടുക്കുന്ന തീറ്റയും അവിടെ കൊടുത്തിരുന്നോ? അവിടെ ആപ്പിള് പഴമൊക്കെയാണ് അവിടെയും കൊടുത്തോണ്ടിരുന്നത്. ഈ കഴുകണ ഒരു ഐറ്റം കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ടോ? ഇതൊന്ന് കണ്ടു നോക്കും. മച്ചാനെ ഒന്ന് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന്. ഇതാണ് നമ്മുടെ ഖലീഫയുടെ വാല്. എന്താ ഒരു വാലെന്ന് നോക്കി. കാറും 2 വീലറൊക്കെ കഴുകൂല, അതുപോലെ കഴുകി കൊടുക്കാൻ. അതേ വന്ന് കാണിച്ചു തരാം. നല്ല ഷാമ്പൂ ഇട്ടാണ്. ക്ലിനിക് പ്ലസ് ആണ് ഇട്ടിരുന്നേ മച്ചാനെ. അതാണിത്. ഷാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തലയിലെ മുടി കണ്ട. ഈ മുടി ഷാമ്പൂ ഇട്ട് അങ്ങോട്ട് കഴുകി കൊടുത്തിട്ടില്ല. നല്ല ഷാരൂഖ് ഖാന്റെ മുടി പോലെയാവും അല്ല മച്ചാനെ? ഇത് ഉണങ്ങി കൈമേ ഇങ്ങനെ പാറിപ്പറക്കും. എത്ര പേർക്ക് വേണമെങ്കിലും നിന്ന് തേച്ച് ഉരച്ച് കഴുകാനുള്ള ഐറ്റം ഉണ്ട് കേട്ടോ. ഒന്ന് ബാക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുത്തു. എത്ര പേർക്ക് വേണമെങ്കിലും ചുറ്റും നിന്ന് കഴുക. നല്ല വാലാണ്. ആലുവക്കാരൻ എങ്ങനെ ഈ പോത്തിനെ കണ്ടുമുട്ടി? ഞാനേ ഫേസ്ബുക്കിൽ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സുർമി ഷാൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. അവരൊരു വീഡിയോ കണ്ടു. അപ്പൊ ഇങ്ങനെ ഖലീഫ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ തന്നെ രാത്രി ഒരു 10 മണിയായിരുന്നോ. അപ്പൊ കണ്ടപ്പോ തന്നെ രാത്രി തന്നെ വിളിച്ചു. എന്നിട്ട് അപ്പൊ തന്നെ നിലവിൽ ഒരു 5-6 പേരോളം വിളിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ആ സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോഴും ആളുകൾ മറ്റത് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് തന്നെ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് തന്നെ വേണമെന്ന് മൊബൈലിൽ കണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്നെ നമ്മ എന്ത് ചെയ്ത് 5000 രൂപ അഡ്വാൻസ് അപ്പൊ തന്നെ ഇട്ട് കൊടുത്തു. എത്രായിരം രൂപ? 5000 രൂപ അപ്പൊ തന്നെ അഡ്വാൻസ് ഇട്ട് കൊടുത്ത് നേരെ വണ്ടി എടുത്ത് തിരുവനന്തപുരത്തേക്ക് രാത്രി 1 മണിക്ക് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അവിടെ ചെന്നപ്പോ വേറെ ആൾക്കാര്, അതായത് ഈ പോത്തിനെ വാങ്ങിക്കാൻ വേറെ ആൾക്കാർ നമ്മ അഡ്വാൻസ് കൊടുത്ത് വേറെ ആൾക്കാർ വന്നേക്കും. അപ്പോഴും നമുക്ക് നമ്മുടെ കച്ചവടം ഒഴിയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് അവിടെ ഓഫർ ചെയ്തായിരുന്നു. അതായത് നിങ്ങൾ കച്ചവടം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും നിങ്ങൾക്ക് കാശ് തരും വാങ്ങിക്കാതെ തന്നെ. എന്നിട്ടും നിങ്ങൾ വിട്ടില്ല. നല്ലൊരു എമൗണ്ട് ഓഫർ ചെയ്ത്. പക്ഷെ നമ്മൾ അത് വിട്ടില്ല. നമുക്ക് തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ ഓഫർ വേണ്ടാന്ന് വെച്ച്. കഴിഞ്ഞ തവണ അറക്കൽ അബുവിന്റെ മേളിലേക്ക് കയറിയ ആളാണ് നിൽക്കണേ. ഇത്തവണ മച്ചാന് ഒന്ന് കേറണമെന്ന് നമ്മളോട് ആഗ്രഹം പ്രകടിപ്പിച്ചേക്കാണ്. കേറിക്കോട്ടെ. പിന്നെ ഖലീഫയുടെ മേളിലേക്ക് മച്ചാൻ കയറാണ്. റഫീഖ ആരെങ്കിലും മച്ചാൻ കയറിക്കോ. പിന്നെ കാണട്ടെ, ഞങ്ങൾക്കൊന്ന് കാണണല്ലോ. ആരെങ്കിലും വന്നു കഴിഞ്ഞപ്പോ ഷാനു, ആരെങ്കിലും വന്നു കഴിഞ്ഞപ്പോ ഈ പോത്ത് വേണമെന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്നോ? ഇഷ്ടംപോലെ മെസ്സേജ് ആയിട്ടും നേരിട്ട് വന്ന് ചോദിച്ചു. പക്ഷെ കൊടുക്കാൻ താല്പര്യമില്ല. നാളെ ചാടുവോ? മച്ചാൻ സാദിഖ് ഭായ് ഒന്ന് നീങ്ങി കൊടുത്തേ. മച്ചാൻ ഇരുന്നിട്ട് ഇവിടുന്ന് ഏകദേശം 1 മീറ്ററിന്റെ മുകളിൽ ഇങ്ങോട്ടുണ്ട്. അതായത് 2 മീറ്റർ അപ്പുറത്തേക്കുണ്ട്. ഇല്ല മച്ചാനെ? മുമ്പുമ്പേ ഇരിക്കില്ല മച്ചാന്. എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? എവിടെ പോത്തിനെ കണ്ടാലും അതിന്റെ മേളിൽ കയറണം. വേറെ ഒന്നിന്റെ പുറത്ത് കയറാറില്ല. അത്
ഈ പോത്തിന്റെ അടുത്തേക്ക് ഒരു ഓട്ടോ പോകാനിട്ടാ. ഓട്ടോയുടെ വലിപ്പം നോക്കിക്കോ, പോത്തിന്റെ വലിപ്പം നോക്കിക്കോ. ആ നമ്മളേ ഇന്നോവ കാറിന്റെ അടുത്ത് കൂടെ പോണത്. ഇന്നോവ കാറിന്റെ വലിപ്പം ഇതിന്റെ വലിപ്പം ഒന്ന് നോക്കിക്കോട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വാ സുലൈമാൻക്കോട് വന്നേ. ഇവിടെ വാങ്ങട്. ഇതാണ് നമ്മുടെ സുലൈമാൻക്ക. എങ്ങനെയുണ്ട് നമ്മുടെ പോത്ത്? തിരക്കില്ല. ഈ മച്ചാന്റെ ഒപ്പം ഒന്ന് പോത്ത് ആളെ അറിയുവോ? അങ്ങനെയുണ്ട് സ്വഭാവം. പറഞ്ഞോ നല്ല സ്വഭാവമാണ് ആൾക്ക്. പോത്തിനെ മേടിക്കാനാണ് അവിടെ വന്നേക്കണം. പോത്തിനെ കൊണ്ടല്ലേ പോരാൻ പറ്റുള്ളൂ. പോത്തില്ലാണ്ട് ഞാൻ വരാനും പറ്റൂലല്ലോ. അപ്പൊ ഓഫറൊക്കെ ഞങ്ങൾ നിരസിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോത്തിനെ വാങ്ങിക്കാനാണ് വന്നേക്കണം. അപ്പൊ പോത്തിനെ ഞങ്ങൾക്ക് എന്തായാലും വേണം. ലീഫേനെ എടുത്തിട്ട പോരോട് നിങ്ങൾ ഉറപ്പിച്ച് ഈ കണ്ടപ്പോ തന്നെ എപ്പോഴും കാണുന്ന രാത്രി കണ്ടപ്പോ ഈ സൈസ് അങ്ങോട്ട് തോന്നിയോ? ഇല്ല, ഞങ്ങളോട് ഓടി എത്തിക്കഴിഞ്ഞപ്പോ വെളുപ്പായി. രാവിലെ ഇവിടുന്ന് രാത്രി 1 മണിക്ക് വണ്ടി എടുത്ത് അവിടെ ചെന്നപ്പോ വെളുപ്പിന് 7 മണിയായി. ആദ്യത്തെ കാഴ്ചയിൽ ഈ ഒരു ഷേപ്പ് ഉണ്ടായോ അവന്? നല്ല ഷേപ്പ്. പിന്നെ ആദ്യം ഞങ്ങൾ പോത്തിനെ നോക്കിയിട്ടാണ് അവർ വിളിച്ചത്. അതെ അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ പോത്ത്? കുഴപ്പമില്ല, കൊണ്ടാണ് എന്നിട്ട് അവസാനം അവര് തന്ന്. അപ്പൊ മറ്റേ പോത്തിനെ എടുക്കാൻ വന്ന കുറച്ച് പേരുണ്ടായില്ലോ, അവരുടെ അവസ്ഥ എന്തായിരുന്നു? തർക്കായി അവിടെ. അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ കയറുമ്പോ മച്ചാൻ പോയിണ്ടായാ? ആരെ പിടിച്ച? സാധിക്ക് പോയണ്ടേ? കയറുമ്പോ ഇവരും പിടിച്ച് മറ്റവരും കയറുമ്പോ പിടിച്ച് അവസാനം റഫീഖാന്റെ കയറിന്റെ വലിയില് അതിങ്ങോട്ട് പോന്ന്. അവര് നേരിട്ടിവിടെ അവര് കുറച്ച് വർഷമായിട്ട് വളർത്തുമ്പോ അവരോട് നല്ല സ്നേഹമായിരിക്കും അല്ലേ? സാദിഖ് ഭായ് പിടിച്ചിട്ട് എങ്ങനെയുണ്ട്? കിട്ടണില്ലേ? മച്ചാൻ പിടിച്ചിട്ടോ മച്ചാനെ? അറക്കലബൂനെ പിടിച്ചതാണ്. നമ്മുടെ പഴയ അറക്കബുന്റെ മേളിൽ കയറിയ ആളാണത് ഈ മച്ചാനല്ലേ? പിന്നെയാണ് ഖലീഫ. ഖലീഫ ഇവനെ ആള് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും എല്ലാ വർഷവും ഒരു മുതലിനെ കൊണ്ടുവരും, പക്ഷെ അത് കേരളം ഒന്ന് കത്തിക്കും അല്ലേ? സോഷ്യൽ മീഡിയയിൽ കത്തിക്കാൻ പറ്റിയ ഐറ്റത്തെയാണ് നിങ്ങൾ കൊണ്ടുവരുള്ളൂ. ഈ തവണയും ഒട്ടും മോശമല്ല. എങ്ങനെയുണ്ട്? മച്ചാന്റെ വീട് അതാണ്. മച്ചാൻ കൊണ്ടുപോയാണ്. ഈ ആരത്? ഇതിന് തവിടൊക്കെ കൊടുക്കാറില്ല. പിന്നെ എന്താ കൊടുക്കല് മെയിനായിട്ട്? ഇനി മെയിനായിട്ട് ഗോതമ്പോട്, പരുത്തി, സോയ, കൊപ്ര പിണ്ണാക്ക്, പല്ലറ്റ് ഇതേക്കൂടെ മിക്സ് ചെയ്തിട്ട് 2 നേരം അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കും. എത്ര കാശിന്റെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു ദിവസം ചെലവുണ്ടാവും? ഇപ്പൊ അയക്കാറുണ്ട് 4 കൊല ഡെയിലി വേണം എനിക്ക്. ഞാലിപ്പൂവിന് തന്നെ എത്ര ഇപ്പൊ കൊല വില? അല്ല കിലോ വില. പിന്നെ അത് കൂടാണ്ട് പേരക്ക, തണ്ണിമത്തൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവൻ അടിക്കും. മച്ചാനെ അതിന്റെ കാലൊന്ന് കാണിച്ചു കൊടുത്തി. കാലിന്റെ വലിപ്പം മച്ചാന്റെ കൈ ഒന്ന് വെച്ചു കൊടുത്താലാണ് അറിയാൻ പറ്റുള്ളൂ. അടിയിൽ വയ്ക്കണ്ട മച്ചാനെ, അടിയിൽ വയ്ക്കണ്ട. പാദത്തിന്റെ ഒപ്പം വെറുതെ ഒരു കൈ വെച്ചു കൊടുത്താൽ മതി. അതെങ്ങനെ മച്ചാന്റെ കൈയും അതിന്റെ പാദം നോക്കി ആ വലിപ്പം അറിയാൻ വേണ്ടിയാണ് നമുക്ക് ആ വീഡിയോയില് അതൊന്നും അറിയാൻ വേണ്ടിയാണ്. ഈ ബോർഡ് അവരുണ്ടാക്കിയിട്ടേക്കണോ അതോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചോണോ? അതെ അല്ലേ? അത് ശരി. എങ്ങനെയുണ്ട് പിടിച്ചിട്ട്? അണക്കാനുണ്ടോ നിങ്ങള്? നിങ്ങള് നോക്കാറില്ല? അത് ശരി. അപ്പൊ എത്ര പേര് ഇതിനെ നോക്കും? നിലവിൽ 4 പേരുണ്ട്. അതെ അല്ലേ? ഈ പിള്ളേരൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവോ? ഫുൾ ടൈം ഉണ്ട്. വെക്കേഷൻ കൂടി ആണല്ലോ, വാരി കൊടുക്കലാണ് ജോലി. ഇത് ഏകദേശം എന്ത് തൂക്കം വരും? ഇത് നിലവിൽ കൊണ്ടുവന്നപ്പോ തൂക്കിയപ്പോ 1320 കിലോ ലൈവ് തൂക്കം. 1320 കിലോ ഇത്ര ഉണ്ടായല്ലേ? അതായത് 3-1 കിട്ടുമെന്നല്ലേ പറയണത്? അതൊക്കെ ഓരോ നെയ്യ ഒക്കെ പോലെ ഇരിക്കും. ഇറച്ചി തൂക്കം നെയ്യ് അധികം ഉണ്ടെങ്കിൽ അത് അതിന്റെ കുറയും. അതൊന്നും നമ്മ തൂക്കം നോക്കണില്ലല്ലോ. നമുക്ക് പോത്തിനെ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം ഇതിനെ കുറിച്ചുള്ള പറയാ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ കുറെ ഐറ്റങ്ങൾ കേരളത്തിൽ ഇനിയുണ്ട്. ഇതിനൊക്കെ നമ്മൾ കാണിക്കൂട്ടോ.